ഈ 7 വർഷത്തെ മഹോദരവ കാലത്തിലെ ആ സാഹചര്യം അനുസരിച്ച് ആളുകൾ, അതായത് ലോകത്തിലുള്ളവർ, എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കുവാനും അവൻ്റെ പ്രതിമയെ ആരാധിക്കുകയും എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരും. അപ്പോൾ ചിലർ വിചാരിക്കും, അതങ്ങ് ഫേക്ക് ചെയ്താൽ പോരായോ, നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിൽ അത് ഉദ്ദേശിക്കേണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും മനസ്സിൽ യഥാർത്ഥത്തിൽ അവനെ ആരാധിക്കേണ്ടല്ലോ എന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടെക്നോളജി ഉണ്ട്, യഥാർത്ഥത്തിൽ ഇനി അത് ഭാവിയിൽ വരുമ്പോൾ ആ എതിർ ക്രിസ്തുവിനെയാണോ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അത് ജെനുവിനാണോ, യഥാർത്ഥത്തിൽ അവനെയാണോ ആരാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇപ്പോഴുണ്ട്. ഇപ്പോൾ തന്നെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസും അതിൻ്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ടെക്നോളജി. മെഡിക്കൽ ടെക്നോളജിക്ക് ഒത്തിരി നാളായിട്ടുള്ള രീതിയിൽ ബ്രെയിൻ ആക്ടിവിറ്റിയെ റെക്കോർഡ് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. AI ഇപ്പോൾ ആ റെക്കോർഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ പിമ്പിലുള്ള ഇൻഫോർമേഷനെയും കൂടെ ഡീകോഡ് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഓസ്റ്റിനിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിലെ ഗവേഷണം അനുസരിച്ച് അവിടുത്തെ റിസർച്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാണ് ബ്രെയിൻ ആക്ടിവിറ്റിയുടെ പാറ്റേൺസിനെ ടെക്സ്റ്റ് രൂപത്തിൽ കൺവേർട്ട് ചെയ്യാം. ഏകദേശം ആ വ്യക്തി ആ സമയത്ത് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. പിന്നെ ലാബ് റിസർച്ച് തന്നെ നടന്നു വരികയാണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ബ്രെയിൻ വേവ് പാറ്റേണുകളെ ഡീകോഡ് ചെയ്ത് അതിനെ ടെക്സ്റ്റ് രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുവാൻ ഇപ്പോൾ കമ്പനികളും ഗവൺമെൻറ്റ്സും തുടർമാനമായിട്ട് ഇപ്രകാരമുള്ള ടെക്നോളജീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് അവർക്ക് ബ്രെയിൻ ആക്ടിവിറ്റിയെ ആക്സസ് ചെയ്യുവാനും അതിൽ നിന്നുള്ള ഇൻഫോർമേഷനെ ഡീകോഡ് ചെയ്യുവാനായിട്ടുള്ള പിമ്പിൽ അവർ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുകളുടെ ചിന്തകൾ, ഇമോഷനുകൾ, അവരുടെ ഓർമ്മകൾ, അവരുടെ ഉദ്ദേശങ്ങൾ, ഇപ്രകാരമുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രൈവസി ആയിരിക്കും കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ടുള്ള രീതിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും, ടെക്നോളജി ബാഡാണോ, ടെക്നോളജി മോശമായിട്ടുള്ളൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. ടെക്നോളജിക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള വിഷ്വൽ, ഓഡിയോ വിഷ്വൽ മീഡിയ എല്ലാം നടക്കുന്നത് ടെക്നോളജിയുടെ ആ ഒരു വരവോടുകൂടിയാണ്. പക്ഷേ ബൈബിൾ പ്രവചനം പഠിക്കുന്ന വ്യക്തികളെന്ന രീതിയിൽ നാം മനസ്സിലാക്കണം, 7 വർഷത്തെ വരുവാൻ പോകുന്ന ആ മഹോദരവ കാലത്തിൽ ഇപ്രകാരമുള്ള ടെക്നോളജികളെല്ലാം ദുർവിനിയോഗിക്കപ്പെടും, മിസ്യൂസ് ചെയ്യപ്പെടും. എന്നിട്ട് അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നവർ ചില സന്ദേശങ്ങൾ ആളുകളിലേക്ക് അയക്കും. ആ കേൾക്കുന്നവർ ആ സന്ദേശങ്ങൾ വിശ്വസിക്കും. അത് പ്രകാരം എതിർ ക്രിസ്തുവിനെ ആരാധിക്കും അല്ലെങ്കിൽ നമസ്കരിക്കും. ഓൾറെഡി ഇപ്പോൾ ടെക്നോളജി നിലവിലുണ്ട്. നമ്മുടെ മനസ്സിനകത്ത് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് വായിച്ചെടുക്കുവാൻ, മനസ്സിലാക്കുവാൻ, ആൻഡ് അതിൽ നിന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ നമ്മൾ ചെയ്യുന്നത് എന്നെല്ലാം പരിശോധിക്കുവാനുള്ള ടെക്നോളജി ഇന്ന് നിലവിലുണ്ട്. എതിർ ക്രിസ്തു ഈ ടെക്നോളജികളെയെല്ലാം മിസ്യൂസ് ചെയ്യും ഭാവിയിൽ. എന്നിട്ട് ആളുകളെ അവങ്കിലേക്ക് ആകർഷിക്കും. എന്നിട്ട് അവർ എല്ലാവരും യഥാർത്ഥത്തിൽ എതിർ ക്രിസ്തുവിനെയാണോ ആരാധിക്കുന്നതെന്നുള്ളത് അവൻ ചെക്ക് ചെയ്യും, അവൻ്റെ ആ സിസ്റ്റം ചെക്ക് ചെയ്യും. കാണുക, അന്ത്യകാല വഞ്ചനയ്ക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന സാങ്കേതിക വിദ്യ, വോയിസ് ടു സ്കൾ ടെക്നോളജി, AI-യും ബൈബിൾ പ്രവചനവും എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.